ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള വോയിസ് സന്ദേശം വൈറലായിട്ടുണ്ടായിരുന്നു. അതൊരു കോൾ സന്ദേശമാണ്. പോലീസ് ഓഫീസറിനെയാണ് വിളിച്ചത് ആ പെൺകുട്ടി. കഴിഞ്ഞ ദിവസം ഒരു കേസിനെ ആസ്പദമായി ഇവിടെ വന്ന് നിങ്ങൾ എന്റെ പപ്പയെ കൊണ്ടുപോയില്ലേ, പപ്പയെ തല്ലി ചതച്ചില്ലേ, അന്നേ ഞാൻ പറഞ്ഞതാണ് എന്റെ പപ്പയ്ക്ക് വയ്യ എന്ന്, പപ്പ ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന്, നിങ്ങൾ ആരും കേട്ടില്ല, എന്റെ പപ്പയെ നിങ്ങൾ കൊണ്ടുപോയി. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നോ, എന്റെ പപ്പ മരിച്ചുപോയി സാറേ, ഞങ്ങളോടൊപ്പം ഇല്ല, ഞങ്ങൾക്കിനി പപ്പയില്ല, നിങ്ങളാണ് കാരണം. ഇതായിരുന്നു സിയാദ് എന്ന യുവാവിന്റെ മകൾ കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് നിർണായക ഫോൺ സംഭാഷണം പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടിയത്. പപ്പയെ മർദ്ദിച്ചത് പോലീസുകാരനായ ശ്രീജിത്ത് ആണെന്ന് സിയാദിന്റെ മകൾ ആരോപിക്കുന്ന സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പോലീസ് തന്നെ ഇതിനെ സംസാരിക്കുന്നുണ്ട് എന്ന് പറയാം. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയതിനു ശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ പോലും ചോദിച്ചത് എന്താണ് സംഭവിച്ചത്, ആരാണ് അടിച്ചത് എന്നാണ്. അടിച്ചതാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. തൊട്ടു മുൻപ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അടിച്ചിരുന്നു എന്ന് പപ്പ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. പപ്പയുടെ ആരോഗ്യമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ പപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല. അന്ന് മുതൽ എൻ്റെ പപ്പയ്ക്ക് വയ്യായിരുന്നു. നിങ്ങൾ അന്ന് കൊണ്ടുപോയതാണ്, എൻ്റെ പപ്പ പോയി. ഇതായിരുന്നു ആ പെൺകുട്ടി ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് കൂടി പറയണം. പപ്പയെ ഇടിച്ചത് സാറാണെന്ന് പപ്പ പറഞ്ഞിരുന്നുവെന്ന് സംഭാഷണത്തിൽ മകൾ പറയുന്നു. സുഖമില്ലെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്നും പറഞ്ഞു. നട്ടലിന് നിറയെ പഴുപ്പാണെന്നും ആരാണ് മർദ്ദിച്ചത് ഡോക്ടർമാർ ചോദിച്ചതെന്നും മകൾ പറഞ്ഞു. പോലീസ് മർദ്ദനത്തെ സിയാദ് മരിച്ചുവെന്ന് കുടുംബത്തിന്റെ ആരോപണവും ഉണ്ട്. പോലീസുകാരനായ ശ്രീജിത്താണ് മർദ്ദിച്ചതെന്ന് മകൾ ആരോപിക്കുന്നു. എന്റെ പപ്പ പോയി സാറേ എന്ന് പറഞ്ഞ് മകൾ പൊട്ടിക്കരഞ്ഞു. കുണ്ടറയിൽ യുവാവ് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണമുണ്ടെന്നും കുടുംബം രംഗത്തെത്തിയിരുന്നു. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് എന്നയാളാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. പോലീസ് മർദ്ദനത്തിന്റെ പരിക്കിലാണ് മരണകാരണമെന്ന ആരോപണം. ജൂൺ 16-നാണ് കുണ്ടറ പോലീസ് സിയാദിനെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. വിദ്യാർത്ഥിയെ കണ്ടെത്തിയതിനെ തുടർന്ന് 5 ദിവസം സിയാദിനെ വിട്ടയക്കുകയും ചെയ്തു. വിദ്യാർത്ഥിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് സിയാദിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് സിയാദ് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയും തേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം സിയാദ് മരിച്ചു. പോലീസ് മർദ്ദനത്തിൽ വാരിയെല്ലിനേറ്റ പരിക്കാണ് മരണകാരണമെന്ന് കുടുംബം. സിയാദിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണവും ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇനി പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന തെളിവുകളാണ് തെളിയിക്കാനുള്ളത്. വീട്ടുകാരുടെ പക്കൽ പോലീസ് മർദ്ദിച്ചിരുന്നുവെന്നും മർദ്ദനമേറ്റിരുന്നതായും തെളിവുകളുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.